ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിഷിംഗ് ക്രൈസ് ഓഫ് വില്ലേജിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ലൂർ കാസ്റ്റിങ്ങിനാണ് വന്നിട്ടുള്ളത്. ലൂർ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളും ഏകദേശം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തു തന്നൊരു പരിപാടിയായിരുന്നു. പക്ഷേ കലക്കവെള്ളം ഇറങ്ങിയതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. വെള്ളം ഒരു വിധം തെളിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ ലൂർ കാസ്റ്റിങ്ങിനായിട്ട് ഇറങ്ങിയത്. പക്ഷേ നമ്മൾ വന്നത് കുറച്ച് ലേറ്റായിപ്പോയി. നമ്മുടെ വണ്ടി ശാലം പണി വന്നുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ എത്താൻ പറ്റില്ല, വിചാരിച്ച സമയത്ത് എത്താൻ പറ്റില്ല. ഇപ്പം ഏകദേശം മണി 7-7:30 ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് വന്നതല്ലേ രണ്ട് എറിയാന്ന് പറഞ്ഞ് എറിഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൂടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെസ്റ്റ് ബിൽഡിൽ തന്നെയാണ് വീഡിയോസ് എല്ലാം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് കിട്ടുമെന്നുള്ളത്. ലൂർ കാസ്റ്റിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ എടുത്തേക്ക് നല്ല വലിയ വലിയ ഹെവി സ്ട്രൈക്കുകൾ കിട്ടാൻ സാധ്യത കൂടുതലാണ്. 8 മണിയായിട്ടും നമുക്ക് സ്ട്രൈക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ലാസ്റ്റ് നമ്മൾ എറിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി. അത് നമ്മളിന്ന് മിസ്സായിട്ടുണ്ട്, ഹൂക്കായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ഈ ലൂർ കാസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം കെയർഫുള്ളായിട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ ഹൂക്ക്, അതായത് വായുന്ന ഹൂക്ക്, അങ്ങനെ എന്തെങ്കിലും പുറത്ത് കിടന്ന ഹൂക്ക്, ഫൗൾ ഹൂക്കാണെങ്കിൽ പോലും അത് വിട്ടു പോയി കഴിഞ്ഞാൽ അടുത്തെത്തുമ്പോഴത്തേക്ക് റിട്ടേൺ വരാൻ സാധ്യത കൂടുതലാണ് ലൂർ. എനിക്കൊരു തവണ കിട്ടിയിട്ടുണ്ട്, എൻ്റെ കാലിൽ വന്ന് കറക്റ്റായിട്ട് ആ 2 ഹൂക്കും കയറിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി അതങ്ങ് മാറ്റി. അന്ന് വീഡിയോ എടുക്കുന്ന ടൈമൊന്നും അല്ലായിരുന്നു, പക്ഷേ ഹോസ്പിറ്റലിൽ പോയി അതങ്ങ് ഊരി മാറ്റിയപ്പോഴത്തേക്ക് നല്ല രീതിക്ക് ഒരു 7 ദിവസം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൂർ കാസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കുക, കെയർഫുള്ളായിട്ട് ഇരിക്കുക. പിന്നെ ഇപ്പോൾ നമുക്കൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തെത്തിയപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 1/2 കിലോ 3/4 കിലോ ഉള്ള ചെമ്പല്ലിയാണ് കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഉള്ളിലോട്ട് എറിയുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് വലിയ സ്ട്രൈക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഷാഡ് ലൂർ അങ്ങനെയുള്ളതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ടെറിയുടെ 5000 റീലും ഫാൻറ്റത്തിൻ്റെ, അതായത് ഡൈവ ഫാൻറ്റം ഫൈറ്ററിൻ്റെ 10 ഫീറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ബ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പയനീറിൻ്റെ ഒരു 300 മീറ്റർ ബ്രൈഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടുന്നില്ല. മാക്സിമം എത്ര വേണം നമ്മൾ കല്ലൊക്കെ ഇട്ട് ഉറച്ചാലും ബ്രൈഡ് പൊട്ടുന്നില്ല. നമ്മളെ ഈ ലീഡർ ലൈനിൻ്റെ അവിടുത്തെ സിവിലോ സ്നാപ്പോ പൊട്ടുന്നതല്ലാതെ ഒരിക്കലും ബ്രൈഡ് പൊട്ടിയതായിട്ട് എൻ്റെ ഇതിൽ അനുഭവത്തിലുണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന റെക്കിമാരിയായിരുന്നു. ഇപ്പോൾ പയനീറിൻ്റെ ബ്രൈഡ് എടുത്തപ്പോഴത്തേക്ക് അത്രയും നല്ല കംഫർട്ടാണ്. 60 LB ആണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. MM കുറവാണ് അതിന്. എറിയും അത്യാവശ്യം ലോങ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്തു, നമുക്ക് 2 മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ കാസ്റ്റ് ചെയ്ത് ടയർഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം വീഡിയോ ഓഫ് ചെയ്ത് വയ്ക്കുമല്ലോ. വീഡിയോ ഓഫ് ചെയ്ത് വെച്ച് റെസ്റ്റ് എടുത്തിട്ട് വന്ന് എറിഞ്ഞ ടൈമിലാണ് ഒരു മീൻ അടിച്ചിരുന്നത്. അത് കിട്ടിയതുമില്ല, രണ്ടാമത്തും അടിച്ച് നമുക്ക് കിട്ടിയല്ലോ. പക്ഷേ നമ്മൾ മാക്സിമം എന്നാലും ട്രൈ ചെയ്യുന്നുണ്ട്, മാക്സിമം വീഡിയോ നിങ്ങളിലെത്തി എത്തിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഓൺ ആവത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ ടെറർ ഇഷ്യൂ എന്തെങ്കിലും വരുമ്പോഴത്തേക്കാണ് നമുക്ക് ആ വീഡിയോ കിട്ടാത്തത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സുകളും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും. ഇതുപോലെ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് നടന്നില്ല. കാര്യം വരുന്നതുകൊണ്ടില്ല, നമ്മൾ കുറച്ച് ദിവസം പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇനി എന്തായാലും നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇട്ട് ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ വ്യൂസ് എല്ലാം കുറഞ്ഞു, നല്ല രീതിക്ക് വ്യൂസ് എല്ലാം കുറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ ഏകദേശം ഉള്ള ഇനിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാനല്ല, എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണോ, എന്തെങ്കിലും ഡൗട്ടോ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിനെ നമ്മൾ കയറ്റി സഞ്ചിയിലാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ആ മീനും ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ സ്ട്രൈക്ക് കിട്ടുന്ന സമയത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റുള്ളൂ. ചെസ്റ്റ് ബെൽറ്റ് പറ്റുന്നില്ല. ഇതാണ് നമ്മൾ വൈറ്റ് ടൈഗറിൽ അടിച്ചേറ്റിരിക്കുന്ന 2 മീൻ. നമുക്ക് ഏകദേശം രണ്ടും കൂടെ 2.25 കിലോ കൊണ്ട് 1.5 കിലോയും 1.25 കിലോയും ഉണ്ടായിരുന്നു ചെമ്പല്ലി. 2 എണ്ണം നമ്മൾ അടിച്ചേറ്റിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ഗേസ്, സീ യു.